KSRTC ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് അത് സ്റ്റോപ്പ് ഇല്ലാത്ത സ്ഥലത്തും നിർത്തില്ലേ? നിർത്തിയിട്ടില്ലേ? ഈ ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേൾക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. പലരും പല അഭിപ്രായങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ന്യായപ്രകാരം സ്റ്റോപ്പ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് നിർത്താൻ പറ്റില്ല എന്നാണ് അവരുടെ ന്യായീകരണം. അങ്ങനെയാണ്. ഇവരൊക്കെ മദ്രാസ്, ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിൽ ഒന്ന് പോകണം. സ്റ്റോപ്പില്ലാത്ത നഗരമധ്യത്തിൽ നടു റോഡിൽ ആളുകൾ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നുണ്ട്. ബസ് സൈഡാക്കാൻ പോലും അവിടെ കഴിയില്ല. അത്രയ്ക്ക് ട്രാഫിക് ബ്ലോക്കാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ തിരക്കേറിയ ടൗണിൽ സ്റ്റോപ്പില്ലെങ്കിലും അവിടെ ഒരു ട്രാഫിക് ബ്ലോക്ക് വന്നാൽ ലിമിറ്റഡ് സ്റ്റോപ്പ് അല്ല, ഏത് ഡീലക്സ് ബസ് ആയാലും എന്തു ചെയ്യും? ആകാശത്തൂടെ പോവും. അത്രയേ ഉള്ളൂ. ഒരു ട്രാഫിക് ബ്ലോക്ക് സംഭവിച്ചു, അല്ലെങ്കിൽ ബസ് ബ്രേക്ക് ഡൗൺ ആയി എന്ന് കണക്കാക്കി ഒന്ന് സൈഡാക്കി കൊടുത്തു, അത്യാവശ്യമുള്ളവരെ ഇറക്കി വിടാൻ ഡ്രൈവർമാർക്ക് കഴിയും. പറന്നു പൊങ്ങിയ വിമാനം വരെ അത്യാവശ്യമെങ്കിൽ തിരികെ ഇറക്കും. ചരിത്രങ്ങളുണ്ട്. ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ രാത്രിയിൽ ഏത് സ്റ്റോപ്പിലും ആളെ ഇറക്കി കൊടുക്കാൻ KSRTCയുടെ പ്രത്യേക നിർദ്ദേശമുണ്ട്. മുക്കിന് നിർത്തി ആളെ കയറ്റാനും ഇറക്കാനും പാടില്ലെന്നേ ഉള്ളൂ. വളരെ അത്യാവശ്യ ഘട്ടത്തിൽ ഒരാൾ ആവശ്യപ്പെട്ടാൽ ഏത് ലിമിറ്റഡ് സ്റ്റോപ്പ് ആയാലും നിർത്തിക്കൊടുക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. അങ്ങനെ നിർത്തിക്കൊടുത്താൽ KSRTC പൊട്ടിയൊന്നും പോയില്ല. മാത്രമല്ല, KSRTCയിൽ കയറാൻ ആളുകൾ താല്പര്യം കാണിക്കുകയും ചെയ്യും. ഇപ്പോൾ പ്രിയദർശിനിയിൽ ക്യൂ നിൽക്കുന്നത് പോലെ. ഞാൻ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് പോകാൻ തമ്പാനൂർ സ്റ്റാൻഡിലെത്തി. അവിടെ ഒരു AC ലോ ഫ്ലോർ ബസ് ലിമിറ്റഡ് സ്റ്റോപ്പ്, അതുപോലെ തന്നെ ഡീലക്സ് സൂപ്പർ ഫാസ്റ്റും കിടപ്പുണ്ട്. ഞാൻ ആദ്യം പുറപ്പെടുന്ന ലോ ഫ്ലോറിൽ കയറി. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് സൂപ്പർ ഫാസ്റ്റ് പുറപ്പെടും. അങ്ങനെ ലോ ഫ്ലോറിൽ യാത്ര തുടങ്ങി. കുറേ ചെന്നപ്പോൾ ഈ ലോ ഫ്ലോറിനെ ഓവർടേക്ക് ചെയ്ത് മറ്റ് ബസ്സുകൾ ചീറിപ്പാഞ്ഞു പോകും. ലോ ഫ്ലോറിന്റെ ഡ്രൈവർ വളരെ ശ്രദ്ധയോടെ കുണ്ടും കുഴിയും ഒക്കെ ഒഴിവാക്കി മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അരമണിക്കൂർ കഴിഞ്ഞ് പുറപ്പെട്ട സൂപ്പർ ഡീലക്സും ലോ ഫ്ലോറിനെ ഓവർടേക്ക് ചെയ്ത് കടന്നുപോയി. കണ്ടക്ടറോട് ബസ്സിന്റെ മെല്ലപ്പൊക്കിനെ കുറിച്ച് ചുമ്മാതൊന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മൊഴിഞ്ഞത്, ഇത് ടാറ്റയുടെ ബസ് പോകുന്ന പോലെ പോയാൽ വല്ല കുഴിയിലും വീലിറങ്ങിയാൽ അടിതട്ടി ബസ് അവിടെ കിടക്കും എന്നായിരുന്നു. നേരത്തെ കോട്ടയത്ത് എത്താമെന്ന് കരുതിയായിരുന്നു ലോ ഫ്ലോറിൽ കയറിയത്. ഈ യാത്രയിൽ ഒരു കാര്യം മനസ്സിലായി. ഏത് ലിമിറ്റഡോ സൂപ്പർ ഫാസ്റ്റോ ഡീലക്സോ ഏതായാലും റോഡിൽ തിരക്ക് വർദ്ധിച്ചാൽ ഓർഡിനറി ബസ്സും ലിമിറ്റഡും ഒക്കെ ഒരേപോലെ പോകാൻ കഴിയൂ. കൂടിയ ടിക്കറ്റ് ഫെയറും കൊടുത്ത് ലിമിറ്റഡിൽ കയറിയാലും ഓർഡിനറിയും ലിമിറ്റഡും വലിയ സമയവ്യത്യാസമില്ലാതെ തന്നെ ലക്ഷ്യസ്ഥാനത്തെത്തും. അതാണ് എന്നെ പഠിപ്പിച്ചത്, എനിക്ക് ബോധ്യമാക്കി തന്നത്.